5 വർഷം 10 വർഷം ജോലി ചെയ്ത് നല്ല ശമ്പളം വാങ്ങിയിട്ടും പലരോടും സേവിങ്സ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം ഒന്നുമില്ല എന്നാണ്. ഇതിന്റെ പ്രധാന കാരണം ഒന്ന് തന്നെയാണ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നത് എന്താണെന്ന് അവർക്കറിയില്ല. പലരും തെറ്റായി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ് ഇതെല്ലാം ധനികർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത്. അതുമല്ലെങ്കിൽ 50,000, 60,000, 1 ലക്ഷം എന്നിങ്ങനെ വലിയ സാലറി ഉള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊരു തെറ്റായ ധാരണയും ഉണ്ട്. എന്നാൽ അത് സത്യമല്ല. കുറഞ്ഞ സാലറി ഉള്ളവരും 15,000, 20,000 രൂപ സാലറി വാങ്ങുന്നവരും വളരെ കൃത്യമായി ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെയാണ് നിങ്ങളുടെ കുറഞ്ഞ സാലറി കൊണ്ട് തന്നെ വളരെ കൃത്യമായി ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യാം എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നത് വളരെ കൃത്യമായി അറിയണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 27%. വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ അവരുടെ ഫിനാൻസ് വളരെ വ്യക്തമായി മാനേജ് ചെയ്യാൻ അറിയുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മാസത്തിലെ വരവും ചിലവും എന്താണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രതിമാസം എത്ര രൂപയാണ് സാലറിയായി ലഭിക്കുന്നത്? ആ സാലറിയിൽ നിന്ന് നിങ്ങൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നും ആരംഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് ഓരോ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എത്ര രൂപയാണ് നിങ്ങൾ ഓരോ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതെന്ന് വളരെ വ്യക്തമായി നിരീക്ഷിക്കുക. ഇന്ന് പലർക്കും അവർക്ക് ലഭിക്കുന്ന സാലറി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും ഒരു ഓർമ്മ ഉണ്ടാകില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏകദേശം 100-ൽ 75% ആളുകൾക്കും ആ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാതിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായി കണക്ട് ആവും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 40,000 രൂപയാണ് സാലറി ആയി ഉള്ളതെങ്കിൽ നിങ്ങളുടെ EMI, റെന്റ്, നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങുന്നു. അവസാനം നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ബാക്കിയുണ്ടെന്ന് കരുതുക. അത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ റെസ്റ്റോറൻറ്റിലോ പബ്ബുകളിലോ അങ്ങനെ പോയി, അല്ലെങ്കിൽ അനാവശ്യമായ ഡ്രസ്സ് വാങ്ങിച്ച് അങ്ങനെ തീർക്കുന്നു. അങ്ങനെ ഓരോ മാസവും റിപ്പീറ്റായി നമ്മൾ ഇങ്ങനെ നമ്മളുടെ സാലറി ഫുള്ള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ, ഇൻ കേസ് നിങ്ങളുടെ ജോലി നഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുകയാണെങ്കിൽ, ആ ഒരു സമയം നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അടുത്ത മാസം നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ആ ഒരു മന്ത് മുതൽ നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് അത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ സാലറി ഒരു 40,000 രൂപയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ റെന്റിനായി എത്ര രൂപ നൽകി, നിങ്ങളുടെ EMIക്കായി എത്ര രൂപ നൽകി, നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് എത്ര രൂപ നൽകി, നിങ്ങൾ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് എത്ര രൂപ ചിലവഴിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓരോ രൂപയും എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അത് കൃത്യമായി നോട്ട് ചെയ്തു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഒരു മാസത്തെ സാലറി എന്തിനെല്ലാം ഉപയോഗിച്ചു എന്ന് കൃത്യമായി എഴുതുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പൈസ നഷ്ടമാകുന്നു എന്നത്. മാസം തോറും നിങ്ങൾ ഇത്തരത്തിൽ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാകും, ഞാൻ എവിടെയൊക്കെയാണ് എന്റെ പണം അനാവശ്യമായി ചിലവഴിക്കുന്നത്. പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, വരുമാനം മൈനസ് ചിലവ് = സേവിങ്സ്. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, വരുമാനം മൈനസ് സേവിങ്സ് = ചിലവ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ സേവിങ്സിനുള്ള തുകയും മാറ്റി വെച്ചതിന് ശേഷം ലഭിക്കുന്ന പണമാണ് നിങ്ങൾ ചിലവിനായി ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് 40,000 മൈനസ് 20%, അതൊരു 8,000 രൂപയാണ്, = 32,000 രൂപ. അപ്പോൾ ആ ഒരു സേവിങ്സിനായി നമ്മൾ മാറ്റി വെച്ച ആ ഒരു 8,000 രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. ബാക്കി 32,000 രൂപ നിങ്ങളുടെ ചിലവുകൾക്കും നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസിനുമായി ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ ഒരു 8,000 രൂപ കൊണ്ട്, നമ്മൾ മാറ്റി വെച്ച ഈ ഒരു 8,000 രൂപ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഒരു 2 വർഷത്തിന് ശേഷം എനിക്ക് സ്വന്തമായ ഒരു ബൈക്ക് വാങ്ങണം, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു പണം സേവ് ചെയ്യുകയാണ്.
അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു വീട് വെക്കണം, അപ്പോൾ അതിനുവേണ്ടി എനിക്ക് പണം സേവ് ചെയ്യണം, അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു സേവിങ്സ് നിങ്ങൾക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേടാനുള്ള ഒരു ആഗ്രഹം, നമുക്കൊരു നിശ്ചയം, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സേവിങ്സ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും 3 തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് വെക്കേണ്ടത്. ഷോർട്ട് ടേം ഗോൾ, മീഡിയം ടേം ഗോൾ, ലോങ് ടേം ഗോൾ. ഷോർട്ട് ടേം ഗോളിലേക്കായി എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. മീഡിയം ടേം ഗോൾ, അതായത് ഒരു ബൈക്ക് വാങ്ങുക, അല്ലെങ്കിൽ കാർ വാങ്ങുക, അല്ലെങ്കിൽ ഒരു യാത്ര പോകുക, ഇതൊക്കെ നമ്മൾ മീഡിയം ടേം ഗോൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. മൂന്നാമത്തത് ലോങ് ടേം ഗോൾ. ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് നമുക്കൊരു വീട് വെക്കുക, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുക, അതും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ റിട്ടയർമെന്റ് കാലത്ത് സന്തോഷമായി ജീവിക്കാൻ കുറച്ച് പണം സേവിക്കുക, ഇതൊക്കെ നമ്മൾ ലോങ് ടേം ഗോൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം വലുതായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്, കാരണം ലോങ് ടേം ആവുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക എന്നത്. പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റൊരാളോട് കടം ചോദിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ എമർജൻസി ഫണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിന് എപ്പോഴും പ്രയോറിറ്റി നൽകുക. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ ഓരോ മന്ത്ലി എക്സ്പെൻസ് 32,000 രൂപയാണെന്ന് കരുതുക. അപ്പോൾ എമർജൻസി ഫണ്ടിലേക്കായി നിങ്ങൾ മാറ്റി വെക്കേണ്ടത് 32,000 × 6 1,92,000 രൂപയാണ്. ഓരോ മാസവും നിങ്ങൾ 8,000 രൂപ സേവ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ എമർജൻസി ഫണ്ടായ 1,92,000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ ഒരു ഇൻഷുറൻസ് ചൂസ് ചെയ്യുക. ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ നമ്മളുടെ ലൈഫ് സേഫ് ആക്കാൻ നമ്മൾ എമർജൻസി ഫണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ റിട്ടയർമെന്റ് കാലം സേഫ് ആക്കാൻ നമ്മൾ അതിനു വേണ്ടി സേവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ കുടുംബത്തിന് എന്താകും, അവരുടെ അവസ്ഥ എന്താകും എന്നൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്. പ്രതിമാസം 578 രൂപ നൽകുകയാണെങ്കിൽ 1 കോടി രൂപയുടെ ലൈഫ് കവറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ വർഷം 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ വർഷം 15% ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ലൈഫ് ടൈം 15% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കുന്നു. എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടിയും അവർ ഉറപ്പു നൽകുന്നു. 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നമുക്ക് ഇവരുടെ ഒരു ബെനിഫിറ്റ് ആയി എടുത്തു പറയാൻ സാധിക്കും. സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റിലൂടെ ഫ്രീ ആയി 100% പെയ്ഡ് പ്രീമിയം ബാക്ക് നമുക്ക് ലഭിക്കുന്നു. പിന്നെ നമുക്കിതിൽ പ്രത്യേകമായി എടുത്തു പറയാൻ സാധിക്കുന്നത് സ്മാർട്ട് കവർ ആണ്. ടോട്ടൽ 30 വർഷമാണ് നമ്മൾ ഇവർക്ക് ഈ ഒരു തുക നൽകേണ്ടത്. ഇൻ കേസ് ആദ്യ 15 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് 150% തുകയായി ലഭിക്കുന്നത്. അതായത് 1 കോടി രൂപയാണ് നമ്മൾക്ക് നോർമലി ലഭിക്കുന്നതെങ്കിൽ ആദ്യ 15 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 1,50,00,000 രൂപ നമ്മളുടെ കുടുംബത്തിന് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ശരിയായ ഇൻഷുറൻസ് എടുക്കുക. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ 2 തരം ഇൻവെസ്റ്റ്മെന്റ് വളരെ പ്രധാനമായി നിങ്ങൾ എടുത്തിരിക്കണം. ആദ്യത്തേത് ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതിലേക്കായി നമ്മൾ മന്ത്ലി 1,000 രൂപ മാറ്റി വെക്കേണ്ടി വരും. രണ്ടാമത്തേത് ടേം ലൈഫ് ഇൻഷുറൻസ്. അതിലേക്കായും നിങ്ങൾ 1,000 രൂപ മന്ത്ലി മാറ്റി വെക്കേണ്ടി വരും. ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും ഒരു നല്ല ഓപ്ഷനാണ്, കാരണം നമുക്ക് അറിയില്ല എപ്പോഴാണ് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ സേവ് ചെയ്ത്, അതായത് 40,000 രൂപ ഒരു സാലറി ഉണ്ടെങ്കിൽ അതിന് സേവ് ചെയ്ത് 8,000 രൂപ നമുക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു 8,000-ൽ നിന്ന് 1,000 രൂപ ഹെൽത്ത് ഇൻഷുറൻസിനും 1,000 രൂപ ടേം ലൈഫ് ഇൻഷുറൻസിനുമായി മാറ്റി വെക്കുമ്പോൾ ബാക്കി നമുക്കുള്ളത് 6,000 രൂപയാണ്. ഈ ഒരു 6,000 രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനായി മാറ്റിവെക്കാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വൈവിധ്യമാക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള 6,000 രൂപ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. 2,000 രൂപ സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നൽകുക. 2,000 രൂപ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നൽകുക.
1000 രൂപ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നൽകുക. 1000 രൂപ NPS നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്ക് നൽകുക. നിങ്ങളുടെ റിട്ടേൺസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഗ്രോ, സ്റ്റെപ്പ് അപ്പ്, SIP കാൽക്കുലേറ്റർ പോലുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നത് നിങ്ങൾ എത്ര രൂപ സമ്പാദിക്കുന്നു എന്നതല്ല. നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിച്ചാലോ കോടികൾ സമ്പാദിച്ചാലോ മാത്രമല്ല നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വരുമാനം ചെറുതായി കൊള്ളട്ടെ, അത് കൃത്യമായി മാനേജ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ വളരെ ലളിതമായാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയൂ, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയൂ, അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.